ഹലോ ഗൈസ്, മല്ലുടെയൊക്കെയാണ്. ഈ ഒരു ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? ഇന്നലെ വന്നൊരു ന്യൂസാണ്. അതായത് യു പിയിൽ പ്രണയിക്കുന്നവരെ കായികമായി നേരിടാൻ ആൻറ്റി റോമിയോ സ്ക്വാഡുകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുമെന്ന് യോഗി ആദിത്യനാഥ്. അതായത് 2017 യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ വന്ന ആ ഒരു സമയം തൊട്ട് ഒരു എന്താ പറയുക, പോലീസിൽ അങ്ങനെ ഒരു ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക ടീമിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രണയിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക, അത് എന്ത് ചെയ്യുക, ഓരോ നല്ല രീതിയിൽ പെരുമാറിവിടുക. അതായത് വിച്ച് ഈസ് അഗെയിൻസ്റ്റ് എന്താണ് നമ്മളെ ഇതിന് അഗെയിൻസ്റ്റ് ആണത്, നമ്മളെ ഫ്രീഡത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സെയിം സംഭവം നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഓക്കെ, ഇറാനിൽ ഇതേപോലെ പറഞ്ഞില്ല, മതം കയറി അവിടെ മതം ആണ് വലുത്. മതം കയറി ആ സമയത്ത് എന്തായി, അവിടെ ഇതേപോലെ പെണ്ണുങ്ങൾക്കുള്ള ഫ്രീഡം ഓരോരുത്തർ ഒഴിവാക്കി. അവിടെ ഇപ്പം മെയിനായിട്ട് നടക്കുകയെന്ന് വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളും പർദ്ദയിട്ട് നടക്കണം, ശരീരം പ്രദർശനപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, പിന്നെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് പ്രണയം ചെയ്യാൻ പാടില്ല, പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇറാനിൽ. ഓക്കെ, അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇറാനിൽ അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. പക്ഷെ അത് ചെറിയൊരു ഇളവൊക്കെ അവരവിടെ വരുത്തിയിട്ടുണ്ട്. അതായത് മോറൽ പോലീസിങ് എന്ന പരിപാടിയൊക്കെയാണ്, അതിന് ചെറിയ ഒരു ഇളവൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. പക്ഷെ യു പിയിലും ഈ യോഗി എന്ന് പറഞ്ഞ ആൾ അതന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യു പിയിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. മുസ്ലിം ഹിന്ദു വിവാഹം, പ്രണയ വിവാഹങ്ങളൊക്കെ തടയാനും അതൊക്കെ അതിനെതിരെ ആണ് ഇവർ ഈ ആൻറ്റി റോമിയോ സ്ക്വാഡ് മെയിനായിട്ട് കൊണ്ടുവന്നുള്ളത്. ഇതിൻ്റെയൊക്കെ ആവശ്യം സത്യത്തിലുണ്ടോ? ഈ പ്രണയിക്കുന്ന ആൾക്കാർ പ്രണയിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ? ഇവൻ്റെ ഒന്നും കുടുംബത്തിലുള്ള ആൾക്കാരല്ലല്ലോ. ഇനിയിപ്പോൾ അത്ര തറവാട്ടിലുള്ള ആൾക്കാർ അങ്ങനെ വേറെ പ്രണയിച്ച് പോകും എന്നൊക്കെ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ പുറത്തു വിടാണ്ടിരിക്കും, വീട്ടിലിരുത്തിയാൽ പോരെ? അത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നാട്ടുകാരെ നെഞ്ചത്തോടാണ് ഇവർ കയറുന്നത് മൊത്തം. സംഭവം എന്താണെന്ന് വെച്ചാൽ യു പിയിലുള്ള ആൾക്കാർ പ്രതികരിക്കില്ല. കാരണം അവർക്ക് വലുത് അവിടെ മറ്റേ രാമക്ഷേത്രമൊക്കെ പണിതതോടുകൂടി, അയോധ്യയൊക്കെ പണിതതോടുകൂടി അവന്മാർ അവിടെ ഉള്ള ആൾക്കാരൊക്കെ അടിമകളായി മാറി, അവിടെയുള്ള ജനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ അറിയാലോ, യു പിയിൽ ഭയങ്കരമായിട്ട് ഹിന്ദു മുസ്ലിം പ്രശ്നമുള്ളൊരു സ്റ്റേറ്റ് കൂടിയാണ്. ഓക്കെ, ഇതൊന്നും ഒരിക്കലും അനുവദിച്ച് കൊടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.